സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ ദീപഗിരി സെന്റ് തോമസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളിലെ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് നാം ഈ നാളുകളിലൊക്കെയും സീക്യാറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നത്, ഇല്ലേ? ഇന്ന് നമ്മൾ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ് വിശകലനം നടത്തുക. 6-ാം പ്രമാണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമാണം, അല്ലേ? ഏതാണ് 6-ാം പ്രമാണം? എന്നോട് ഒച്ചേ പറഞ്ഞേ. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ഒരു പ്രമാണമാണ്. നമുക്കറിയാം, ഈ 10 പ്രമാണങ്ങളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളെയാണ് തിരുവചനം നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. അപ്രകാരം മനുഷ്യജീവിതത്തിൻ്റെ ഒരു സുപ്രധാന മേഖലയാണ് മനുഷ്യൻ്റെ ലൈംഗികത എന്ന് പറയുന്നത്. ഈ ഒരു ലൈംഗികതയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ 6-ാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്നത്. നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെ എന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. മാനുഷികത എന്ന് പറയുന്നതിൽ ഈ പുരുഷനായിരിക്കുന്ന അവസ്ഥയും സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇതിനെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികത എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവൻ്റെ അവസ്ഥാപരമായി ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കുന്നു. ഇപ്പോൾ വ്യത്യസ്ത ജെൻഡറുകളെക്കുറിച്ച്, തേർഡ് ജെൻഡറുകളെക്കുറിച്ചൊക്കെയുള്ള വിചിന്തനങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കുന്നില്ല. ഏതാണെങ്കിലും ലൈംഗികത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു വ്യക്തി പുരുഷനായി ജനിച്ചു അല്ലെങ്കിൽ സ്ത്രീയായി ജനിക്കുന്നു എന്നുള്ളത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തത്വമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യന് ഈ ഒരു ലൈംഗികത എന്ന അനുഗ്രഹം നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവസന്ധാരണത്തിന് വേണ്ടിയാണ്. കാരണം ലൈംഗികത എന്നത് മനുഷ്യകുലത്തിന് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ സവിശേഷതയുണ്ട് എന്ന് നമുക്കറിയാം. ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളും അവരുടെ ലൈംഗിക ബന്ധത്തിലൂടെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഈ ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടി മനുഷ്യന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ലൈംഗികത എന്ന് പറയും. ലൈംഗികതയെക്കുറിച്ച് ബൈബിൾ ഏറ്റവും ഭാവാത്മകമായിട്ട്, പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ലൈംഗികതയെക്കുറിച്ച് പിൽക്കാല വ്യാഖ്യാനങ്ങളിൽ ലൈംഗികത എന്തോ ഒരു മ്ലേച്ഛ പ്രവൃത്തിയാണ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ലൈംഗികതയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പടരാൻ ഇടവന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ലൈംഗികതയെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി, ദാനമായി, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയായിട്ടാണ് വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈംഗിക അവയവങ്ങളെ ദൈവീക സാന്നിധ്യങ്ങളായിട്ട് യഹൂദർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ ലൈംഗിക അവയവത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചാണ്
ദൈവവുമായുള്ള ഉടമ്പടിയിൽ യഹൂദർ ഏർപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. കാരണം കൈവിരലിൻ്റെ അറ്റത്തുനിന്ന് 2 തുള്ളി മുറിച്ച് വെച്ചിട്ട് ഈ ദൈവവുമായി ഉടമ്പടിയിൽ ചെയ്യാമായിരുന്നു, അല്ലേ? 2 തുള്ളി ചോര ഇവിടുന്ന് വന്നാലും മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലൈംഗികാവയവത്തിൻ്റെ അഗ്രചർമ്മം മുറിക്കണം എന്ന് യഹൂദരുടെ ഇടയിൽ നിയമമുണ്ടായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. മനുഷ്യ ശരീരത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് യഹൂദർ ലൈംഗിക അവയവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു വലിയ ആദരവും സ്നേഹവും ഈ ലൈംഗികതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ പിൽക്കാലത്ത് പല റബ്ബിമാരുടെ കാലം മുതൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ലൈംഗികത മോശമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ക്രൈസ്തവ കാലഘട്ടത്തിലെത്തിയപ്പോഴും ലൈംഗികതയെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളോ മുൻവിധികളോ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി വിശുദ്ധ ഗ്രന്ഥം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യകുലത്തെക്കുറിച്ച് ദൈവം കണ്ട ലൈംഗികത എന്ന യാഥാർത്ഥ്യത്തെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു. ഈ ഒരു വീഴ്ചയെ മുതലെടുത്തുകൊണ്ട് ലൈംഗികത എന്നത് എന്തോ വഴിതെറ്റിയ കാര്യങ്ങളാണ് എന്നവതരിപ്പിച്ചുകൊണ്ട് ലൈംഗികതയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് അസ്വസ്ഥതകൾ, തിന്മകൾ, അപഭ്രംശങ്ങൾ ഈ മേഖലയിൽ കടന്നു വരികയും ചെയ്തു എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ലൈംഗികത എന്നതിലൂടെ തിരുസഭയെ ദൈവം പഠിപ്പിക്കുന്നത് എന്ന്, ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലൈംഗികത എന്ന ദൈവദാനത്തെ എപ്രകാരമാണ് അർത്ഥപൂർണമായി ജീവിക്കാൻ കഴിയുന്നത് എന്ന സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഈ ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിനൊരുക്കമായി നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ മനോഭാവം ഇതൊരു ദൈവദാനമാണ്, ദൈവീകമായ ലക്ഷ്യമാണ് ലൈംഗികതയ്ക്കുള്ളത്. ലൈംഗികത ശരിയായ അർത്ഥത്തിൽ വിനിയോഗിക്കാതെ വരുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അപകടകരമാകുന്ന അവസ്ഥകളിലേക്ക് ലോകം എത്തിച്ചേരും എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നമ്മൾ മനസ്സിലാക്കാം. കൂടുതൽ വസ്തുതകൾ നമ്മുടെ ചർച്ചകൾക്കിടയിൽ നമുക്ക് കണ്ടെത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവ് നമുക്ക് ലൈംഗികതയുടെ വിശുദ്ധിയെക്കുറിച്ചും അതിൻ്റെ ദൈവികതയെക്കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് പങ്കുവച്ചു വന്നു. നമ്മളിനി ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കേട്ട ക്ലാസ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ വായിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് നിങ്ങൾ ചോദ്യങ്ങൾ രൂപീകരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ചർച്ചകൾ അവസാനിപ്പിച്ചാലോ? നിങ്ങൾ നല്ല രീതിയിലൊക്കെ ചർച്ചകൾ നടത്തി അല്ലേ? ഓക്കെ, നല്ല ചോദ്യങ്ങൾ നിങ്ങൾ രൂപപ്പെടുത്തി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നല്ല പിതാവിനോട് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, പ്രീജ ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, വേശ്യാവൃത്തി തെറ്റാണ്. എന്നാൽ ഭീഷണി, ദാരിദ്ര്യം എന്നിവ മൂലം ഒരു വ്യക്തി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടാൽ അത് തെറ്റാവുമോ? നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ടീച്ചർ ഈ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം, പാപം പുണ്യം എന്നുള്ള വിവേചനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ ജീവിക്കണം, ആദ്യം മനുഷ്യൻ ജീവിക്കണം, അത് കഴിഞ്ഞല്ലേ പുണ്യത്തെക്കുറിച്ച് പറയുന്നത് എന്ന ഒരു ചിന്ത പലരെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ പ്രവൃത്തി തിന്മയാണ്, ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ആ തിന്മയുടെ ഗൗരവം നിർണയിക്കപ്പെടുന്നതിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിമിത്തമാകും എന്നുള്ളത് സത്യമാണ്. കാരണം ആ വ്യക്തി അപ്രകാരം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല. ഒരു കാര്യം പാപമാകണമെങ്കിൽ
അത് പൂർണ്ണമായ അറിവ്, സമ്മതം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആ പ്രവൃത്തി ഇന്നതിന് വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടെ ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തി ശരിയും തെറ്റും എന്ന് വേർതിരിക്കാൻ പറ്റുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങുന്നു. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റ് വഴികളൊന്നുമില്ലാതെ പോകുമ്പോൾ അവൾ ഈ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ വിചിന്തനം ചെയ്യപ്പെടേണ്ടത് ആ ഒരു പ്രവൃത്തി മാത്രമല്ല, ആ പ്രവൃത്തിയിലേക്ക് നീങ്ങാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ നിരുത്തരവാദപരമായ നീക്കങ്ങളുണ്ട്. ആ സ്ത്രീയെ സഹായിക്കുന്നതിന് പകരം ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന സമൂഹത്തിൻ്റെ കഴുകൻ കണ്ണുകൾ ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്. വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ആ പ്രവൃത്തി ചെയ്ത ആ സ്ത്രീയെ മാത്രം ഒറ്റപ്പെടുത്തി വിമർശിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ ഈശോ മിശിഹ നമുക്ക് കാണിച്ചു തന്നൊരു വലിയ മാതൃകയുണ്ട്. ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ, പരസ്യപാപിനിയായ ഒരുവളെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന രംഗം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ എന്താണ് ഈശോ പറയുന്നത്? ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഒരു സ്ത്രീ ഉപജീവനത്തിന് വേണ്ടി ഇപ്രകാരം ഒരു ഗതികെട്ട വഴി തിരഞ്ഞെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത്, അതിൽ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, സ്ത്രീയെ അപ്രകാരം ചൂഷണം ചെയ്യാൻ അവസരം കാത്തിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവയെല്ലാം ഒരുപോലെ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സ്ത്രീയെ മാത്രം വിധിക്കുന്നതിൽ അർത്ഥമില്ല എന്ന ഈശോയുടെ ആ ഒരു ഉത്തരം തന്നെയാണ് ടീച്ചറുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമായി പറയാനുള്ളത്. ഈ സ്ത്രീയെ ഇപ്രകാരമാക്കിയ സാമൂഹിക വ്യവസ്ഥിതികൾ അതും കൂടി വിചാരണ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ ഈ ഒരു സ്ത്രീയുടെ പ്രവൃത്തിയെ നമ്മൾ വിധിക്കുന്നതിലും വിചാരണ ചെയ്യുന്നതിലും അർത്ഥമുള്ളൂ എന്ന് തിരിച്ചറിയും. അങ്ങെങ്കിൽ പിതാവേ, ആ പ്രവൃത്തി ഒരു തെറ്റല്ലാതായി മാറുന്നുണ്ടോ? പ്രവൃത്തി അതിൽ തന്നെ തെറ്റായൊരു കാര്യമാണ്. വ്യഭിചാരം എന്ന പ്രവൃത്തി അതിൽ തന്നെ തെറ്റായൊരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഒരു പ്രവൃത്തി അതിൽ തന്നെ തെറ്റായ കാര്യമുണ്ട്. ഇപ്പോൾ കൊലപാതകം നടത്തി, കൊലപാതകം അതിൽ തന്നെ തെറ്റായൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് വ്യഭിചാരം, അതിൽ തന്നെ ആ പ്രവൃത്തി അതിൽ തന്നെ തെറ്റാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച തന്നെ അപ്രസക്തമാണ്. പ്രവൃത്തി തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റിൽ ഉൾപ്പെടുന്ന വ്യക്തിയുടെ ധാർമ്മികതയെ വിലയിരുത്തുമ്പോൾ ഈ സാമൂഹിക പരിതോവസ്ഥകൾ കൂടി പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, അജി സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? വിവാഹ വാഗ്ദാനം നടത്തുന്നവർ ശുദ്ധരായിരിക്കണം. അവരുടെ വികാരപ്രകടനങ്ങളും സ്നേഹപ്രകടനങ്ങളും വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റിവയ്ക്കണം. ഇതാണ് തിരുസഭാഗ്രന്ഥം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് സിനിമകളിലും മറ്റും ഇതിൻ്റെ അനിയന്ത്രിതമായ പ്രവണതകൾ വർദ്ധിച്ചു വരികയും നമ്മുടെ യുവതീ യുവാക്കന്മാർ ഇതിൽ ആകർഷ്ടരാകുകയും അവരിത് തെറ്റാണെന്ന് കാണുന്നുമില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് വിലയിരുത്തേണ്ടത്? യെസ്, അജി സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതായത് ഈ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചവർ തമ്മിലുള്ള ബന്ധവും വിവാഹ പൂർവ അവസ്ഥയിലുള്ള ബന്ധവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നാണ് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. സഭയുടെ നിലപാടും അതാണ്. അതായത് വിവാഹമെന്ന കൂദാശയ്ക്കുള്ളിൽ മാത്രമാണ് ലൈംഗിക ബന്ധങ്ങളും ലൈംഗിക വികാര പ്രകടനങ്ങൾക്കും പ്രസക്തിയുള്ളൂ. ആ വിവാഹമെന്ന കൂദാശയുടെ വെളിയിൽ അപ്രകാരമുള്ള ബന്ധങ്ങൾ, ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് എന്നതിൻ്റെ പേരിലും അത് അനുവദനീയമല്ല എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് സഭയുടെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്. പക്ഷേ ഈ കാലഘട്ടം ഒരുപക്ഷെ സാർ സൂചിപ്പിച്ചതുപോലെ വിവാഹം എന്നത് ഒരു ചടങ്ങ് മാത്രമാണ്. ഇഷ്ടപ്പെട്ടവർ തമ്മിൽ അവരുടെ സ്നേഹം പ്രകടമാക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകാം എന്നുള്ള ഒരു സംസ്കാരം
വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സിനിമകൾ, അതുപോലെയുള്ള വിനോദ ഉപാധികളിലൊക്കെയും ഈ ഒരു ആശയത്തിന് പ്രചാരം കൊടുക്കുന്ന നിലപാടുകൾ ദൃശ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സഭയുടെ ഈ നിലപാട് എത്രയോ വിലപ്പെട്ട ഒരു നിലപാടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹം എപ്പോഴും വിവാഹം വരെയും എത്താൻ തക്ക പരിശുദ്ധവും നിർമ്മലവും ഉറപ്പുള്ളതുമായ സ്നേഹമായിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. പ്രഥമ ദൃഷ്ടിയ അനുരാഗബദ്ധരായി എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ശാരീരിക സൗന്ദര്യത്തിലുള്ള ആകർഷണമാകാം, അല്ലെങ്കിൽ അയാൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയോടുള്ള ഒരു ബഹുമാനമാകാം, ആരാധനയാകാം. ഇതൊക്കെയാണ് ആത്യന്തികമായി അവർ തമ്മിൽ പൂർണ്ണമായി അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം സ്വീകാര്യരാണ് എന്ന ബോധ്യമൊന്നും ജനിക്കുന്നതിന് മുൻപ് ഇപ്രകാരം തോന്നുന്ന താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അത് ശരിയായ ഒരു പ്രണയമെന്ന് പോലും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. പ്രണയം എന്ന് പറയുന്നത് പലതും കാമം എന്നുള്ള പദം കൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണിന്ന്. കാരണം ശരിയായ സ്നേഹമാണ് എങ്കിൽ അത് തൻ്റെ ഇണയും പങ്കാളിയുമായ വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ബഹുമാനിക്കുന്നതായിരിക്കും. കണ്ടുമുട്ടി രണ്ട് വർത്തമാനം പറഞ്ഞു ഉടനെ ആ വ്യക്തിയെ ശാരീരികമായി പ്രയോജനപ്പെടുത്തണം, ഉപയോഗിക്കണം എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ശരിയായ പ്രണയത്തിൻ്റെ ലക്ഷണമല്ല എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായും മനസ്സിലാക്കാവുന്നതാണ്. കാരണം അത് ഇതര വ്യക്തിയെ സ്വന്തം ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതിൽ കവിഞ്ഞ ലക്ഷ്യമൊന്നും അതിനില്ല. അത് ശരിയായ പ്രണയമല്ല എന്ന് സഭ പഠിപ്പിക്കുന്നത് ഏത് കാലഘട്ടത്തിലും മൂല്യമുള്ളൊരു പഠനമാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ചുറ്റുവട്ടങ്ങളിൽ എത്രയോ ജീവിതങ്ങൾ ഇങ്ങനെ കണ്ണുനീര് കുടിച്ച് കഴിയേണ്ട സാഹചര്യം വരുന്നുണ്ട്. വളരെ പ്രത്യേകമായി നമ്മുടെ പെൺമക്കൾ, സഹോദരിമാർ ഇപ്രകാരം ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ കഥകൾ എത്രയോ അധികമായി നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിവാഹപൂർവ്വ ലൈംഗികത, വിവാഹം കഴിക്കാം എന്ന് പറയുന്നത്, വിവാഹം കഴിക്കാം എന്ന പറച്ചിലോ വാഗ്ദാനമോ ഒരു വ്യക്തിയെ ശാരീരികമായി ദുരുപയോഗിക്കാനുള്ള ലൈസൻസായി മാറുന്ന സാഹചര്യം അപകടകരമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രകാരം മാധ്യമങ്ങളിലും സിനിമകളിലുമൊക്കെ ഈ ഒരാശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരം വളർന്നു വരുമ്പോൾ സഭയുടെ പ്രബോധനത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയാണ്. കാരണം മറ്റെല്ലാവരും ഇതിന് വിരുദ്ധമായി പഠിപ്പിക്കുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ, ഇരുട്ടിൽ വെളിച്ചം പകരാൻ തിരുസഭയുടെ ഈ പ്രബോധനം ഈ കാലഘട്ടത്തിന് അനിവാര്യമായ പ്രബോധനമാണ്. അല്ലയോ യുവജനങ്ങളെ, നിങ്ങളുടെ ശരീരത്തിൽ ദൈവം നിക്ഷേപിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ ലൈംഗികത എന്നത്. ആ ലൈംഗികതയുടെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വിവാഹത്തിൻ്റെ വിശുദ്ധമായ ഭൂമികയിലാണ് ഈ ലൈംഗികത വിനിമയം ചെയ്യപ്പെടേണ്ടത് എന്നുള്ള സഭാപ്രബോധനം അത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് സുരക്ഷിതത്വവും കാവലും നൽകുന്ന ദൈവീക സന്ദേശമാണ് എന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ നിങ്ങളിൽ തന്നെ ആത്മാഭിമാനമുള്ളവരായി വളരുക. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ലാലി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവെ, ദാമ്പത്യ അവിശ്വസ്തത നടത്തുന്ന വ്യക്തികൾക്ക് സഭയിൽ തുടരാനും കുദാശകൾ സ്വീകരിക്കാനും അനുവാദമുണ്ടോ? പിതാവെ, അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടിയുണ്ട്. സിവിൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ദമ്പതികൾക്ക് മറ്റു കൂദാശകൾ സ്വീകരിക്കാമോ? അതോടൊപ്പം അവരുടെ മക്കൾക്കും സ്വീകരിക്കാൻ സാധിക്കുമോ? യെസ്, ഈ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇത് രണ്ടും ഒരു പൊതുവായൊരു ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിൽ ഇത് ഓരോ
സംഭവങ്ങളും കൃത്യമായി വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സിവിൽ വിവാഹം കഴിച്ചവർക്ക് കൂദാശ സ്വീകരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ് അവരങ്ങനെ സ്വീകരിച്ചത്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെ എന്നൊക്കെ വിലയിരുത്താതെ നമുക്കതിനൊരു ഉത്തരം പറയുക അസാധ്യമാണ്. അതുപോലെ തന്നെ ടീച്ചർ ചോദിച്ചത് എന്താണ്, നമ്മുടെ ദാമ്പത്യ അവിശ്വസ്തത പുലർത്തിയവരെ സഭയിൽ നിന്ന് പുറത്താക്കണോ? ഇപ്പോൾ വിചാരത്താലുള്ള അവിശ്വസ്തതയുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയെക്കുറിച്ച് മതിപ്പില്ലാതെ മറ്റൊരാളെക്കുറിച്ച് മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത്, അത് വിചാരത്താലുള്ള ദാമ്പത്യ അവിശ്വസ്തതയാകാം. അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപം പറഞ്ഞ് ഈ മനുഷ്യനെ ഒന്നിനും കൊള്ളിയല്ല, അല്ലെ ഇവിടെ ഒന്നിനും കൊള്ളിയല്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ താറടിച്ച് നടക്കുന്നത് സംസാരം കൊണ്ട് ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്നതിന് സമാനമാണ്. ദാമ്പത്യ അവിശ്വസ്തത അതിൻ്റെ പ്രവൃത്തി പദത്തിലെത്തിക്കഴിയുമ്പോൾ ജീവിത പങ്കാളി ജീവിച്ചിരിക്കവേ തന്നെ മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിനെയാണ് ദാമ്പത്യ അവിശ്വസ്തത എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത്. ഈ പ്രവൃത്തികളെല്ലാം തെറ്റാണ്. പക്ഷേ എല്ലാ പാപവും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ തക്ക പാപമല്ല. ലൈംഗികതയുമായി ബന്ധപ്പെട്ട പാപത്തിന് എന്തോ വലിയ പ്രത്യേകതയുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ഉയരുന്നത്. ലൈംഗിക മേഖലയിലെ പാപവും മറ്റേതൊരു പാപവും പോലെ തന്നെ വിശകലനം ചെയ്യപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതും ഓരോ വ്യക്തിയും അനുദപിച്ച് മാനസാന്തരപ്പെടേണ്ടതുമായ പാപം. ഇപ്പം ആ ഒരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുക, തൻ്റെ ദാമ്പത്യ ഉടമ്പടിക്ക് വരുത്തിയ ഭംഗമാണ് അത് എന്ന് മനസ്സിലാക്കി ജീവിത പങ്കാളിയോട് കൂടുതൽ വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ പെരുമാറുക. ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിച്ചെടുക്കാൻ വേണ്ടി കഴിയുക. ദാമ്പത്യ അവിശ്വസ്തത സഭയ്ക്ക് പുറത്താക്കേണ്ട ഒരു തെറ്റായിട്ട്, സഭയ്ക്ക് പുറത്താക്കപ്പെടേണ്ട ഒരു തെറ്റായിട്ട് സഭ ഒരിക്കലും കരുതിയിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ഇത് തെറ്റാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ അവിശ്വസ്തത എന്ന് പറയുന്നത് ഒരു പാപം എന്നുള്ള തലത്തിനുപരിയായി അത് വിവാഹ ഉടമ്പടിയുടെ ലംഘനമാണ് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിത പങ്കാളിയോടാണ് ആ വലിയ അവിശ്വസ്തത. ദൈവത്തോടും സഭയോടും ദാമ്പത്യ ഉടമ്പടി ആയ കൂദാശയോടും കാണിച്ച അവഹേളനത്തോടൊപ്പം അത് ആ ജീവിത പങ്കാളിയോട് കാണിക്കുന്ന അവിശ്വസ്തതയും കൂടിയാണ്. അതുകൊണ്ട് അതിന് ഗൗരവമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു തെറ്റല്ല. അതുപോലെ തന്നെ സിവിൽ വിവാഹത്തിലേർപ്പെട്ടവർ അവർ ആദ്യമേ ഉണ്ടായിരുന്ന വിവാഹം ഉപേക്ഷിച്ചിട്ടാണോ സിവിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്? അങ്ങനെ പരിശോധിക്കപ്പെടുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് മറ്റു കൂദാശകൾ സ്വീകരിക്കാൻ അവകാശമില്ല. അതേസമയം സിവിൽ വിവാഹത്തിൽ ഏർപ്പെട്ട വ്യക്തികൾക്ക് മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ അവരേതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിവിൽ വിവാഹത്തിൽ ഏർപ്പെട്ടതാണ് എങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത സമയത്ത് ആ സിവിൽ വിവാഹത്തോടൊപ്പം കൗദാശിക വിവാഹം സ്വീകരിക്കുകയും സഭയുടെ കൂദാശ ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള സിവിൽ വിവാഹമാണ് അവർ സ്വീകരിച്ചത് എന്നറിയാതെ നമുക്കതേക്കുറിച്ച് ഒരു ഉത്തരം പറയുക അസാധ്യമാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ വികാരിച്ചനുമായിട്ട് ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ രൂപത കച്ചേരിയിലുള്ള കുടുംബ കോടതികൾ അഥവാ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കുടുംബ കോടതിയെ സമീപിച്ച് ആ പ്രത്യേക കേസിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ പിതാവ് അവരുടെ മക്കൾക്ക് കുദാശകൾ സ്വീകരിക്കുന്ന കാര്യം കൂടെ ചോദിച്ചിരുന്നു.
ഇപ്പോൾ സിവിൽ നിയമപ്രകാരം അവർ സാധുവായിട്ടുള്ള വിവാഹം കഴിച്ചു, നല്ലതായ രീതിയിൽ തന്നെയാണ്. പക്ഷേ അവർ സഭയിൽ വിവാഹം നടത്തിയിട്ടില്ല. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിനോ ഒക്കെ ആയിട്ട് അവർക്കതിന് സാധിക്കുമോ? ആ കുഞ്ഞിനെ അതിലേക്ക് നയിക്കാനായിട്ട് അവർക്ക് തടസ്സം വല്ലതുമുണ്ടോ? യെസ്, സിവിൽ നിയമപ്രകാരം അവർ നൈയാമികമായി വിവാഹം ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരുടെ വിവാഹം സഭാ വിശ്വാസമനുസരിച്ച് സാധുവായ വിവാഹമല്ല. ഇവിടെ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൗദാശിക ജീവിതത്തിൽ പ്രവേശനം നൽകുന്നതിന് മാതാപിതാക്കളുടെ ഒരു അവസ്ഥയും തടസ്സമല്ല. അവരുടെ മക്കളെ മാമോദീസ മുക്കുന്നതിനോ അവർക്ക് ശൈലലേപനം നൽകുന്നതിനോ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിനോ വേദപാഠം പഠിക്കുന്നതിനോ ഒന്നും മാതാപിതാക്കളുടെ വൈവാഹിക അവസ്ഥയിലെ പ്രതിസന്ധികൾ ഒരിക്കലും തടസ്സമല്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. മാതാപിതാക്കൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദാമ്പത്യപരമായ വിഷമസന്ധികളിൽ ജീവിക്കുന്നവരാകാം. ഇപ്പോൾ ഉദാഹരണം, കൗദാശിക വിവാഹമില്ലാതെ അവർ സിവിൽ മാര്യേജ് നടത്തി ജീവിക്കുന്നവരാണ്. കൗദാശിക വിവാഹം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം അവരൊരുപക്ഷെ. പക്ഷേ അതിൻ്റെ പേരിൽ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ദൈവമക്കളായി വളരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ആരും സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. അത്തരം കുഞ്ഞുങ്ങളെ അതിൻ്റെ സമയത്ത് മാമോദീസ മുക്കുവാനും അവർക്ക് മറ്റു കൂദാശകൾ യഥാസമയം സ്വീകരിക്കുവാനും മതബോധനം പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ സഭാമാതാവ് ഏറ്റവും കരുതലോടെ കരുണയോടെ സംലഭ്യമാക്കുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവമക്കളായി വളർത്തുന്നതിന് മാതാപിതാക്കളുടെ വിവാഹ തടസ്സങ്ങൾ ഒരു കാരണമായി വരാൻ പാടില്ല. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 6ാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ദീപഗിരി സെൻറ് തോമസ് ഇടവകയിലെ മതാധ്യാപകർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.